കുട്ടനാട്ടിലെ UDF സ്ഥാനത്ത് റെജി ചെറിയാന്റെ പത്രിക സ്വീകരിച്ചു. സൂക്ഷ്മ പരിശോധനയിൽ ഒരു പത്രിക ഇന്നലെ തള്ളിയിരുന്നു. വലിയ ആശ്വാസമാണ് UDFന് കുട്ടനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. പത്രികയിൽ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്ന LDFന്റെ ആക്ഷേപത്തെ തുടർന്നാണ് പത്രിക സ്വീകരിക്കാതെ മാറ്റിവെച്ചത്. വിവരങ്ങൾ ഫൈസൽ അസീസ് നൽകും. ഫൈസൽ, പത്രിക സ്വീകരിക്കാൻ എന്ത് കാരണമാണ് ചൂണ്ടിക്കാട്ടുന്നത്? അജിംസ്, ഏതായാലും UDFനെ സംബന്ധിച്ച്, കുട്ടനാട്ടിലെ UDFനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം റെജി ചെറിയാന്റെ UDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. അദ്ദേഹത്തിന്റെ പത്രികയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് പത്രിക സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ 3 സെറ്റ് പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചത്. അതിൽ ഒരു സെറ്റ് പത്രിക ഈ പിന്തുണക്കുന്നവർ ഒപ്പുവെക്കാതിരുന്നത് തള്ളിയിരുന്നു. അതിനുശേഷം 2 സെറ്റ് പത്രിക ഈ LDFന്റെ ആക്ഷേപത്തെ തുടർന്ന്, അതായത് അദ്ദേഹത്തിന്റെ പേരുള്ള എല്ലാ കേസുകളും ആ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചില്ല എന്ന പേരിൽ, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയില്ല എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പത്രിക തള്ളുന്ന ഒരു വിശദമായ പരിശോധനയ്ക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക സ്വീകരിക്കുന്നത്. അതായത് LDFന്റെ ഇപ്പോൾ LDFന്റെ അഭിഭാഷകർ പറയുന്നത് പ്രകാരമാണെങ്കിൽ, അവർ പറയുന്നത് തങ്ങളുടെ വാദങ്ങളൊന്നും ഈ ഭരണാധികാരി ഒന്നും സ്വീകരിച്ചില്ല, അതുകൊണ്ട് തന്നെ സ്വീകരിക്കാതെ ഈ റെജി ചെറിയാന്റെ പത്രിക സ്വീകരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതിനെ കൂടുതൽ മേൽനടപടികൾ സ്വീകരിക്കുമെന്നും LDFന്റെ പ്രവർത്തകർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ UDFനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശ്വാസം തന്നെയാണ്. കുട്ടനാട്ടിൽ റെജി ചെറിയാന്റെ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. ഇവിടെ ഇപ്പോൾ കൺവെൻഷൻ സെന്ററിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയാണ് ഈ നെടുമുടിയിൽ. അവിടേക്ക് അദ്ദേഹം അല്പസമയത്തിനകം എത്തും. അവിടെ നിന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അജിംസ്.